പറയിപ്പിലെ രശ്മി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി മാറുമ്പോൾ ദിവ്യപ്രഭയിലെ നടി ഈ 10 വർഷത്തിന് ശേഷം വളർന്ന ഒരു വലിയ പടിക്കെട്ട് കയറി എത്തിയിരിക്കുകയാണ്. ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കാവുന്ന രീതിയിലേക്ക് വന്നു. അത് എത്രമാത്രം ഉത്തരവാദിത്വം തരുന്നുണ്ട്? ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇനി വരുന്ന ക്യാരക്ടേഴ്സിന് എനിക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് തന്നെ ചൂസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതെ, ദിവ്യപ്രഭയിലെ വ്യക്തിത്വത്തോട് അല്ലെങ്കിൽ ക്യാരക്ടർ സ്വന്തം വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്കുള്ള എൻ്റെ ഒരു എനർജി ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. കുറച്ചും കൂടെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് വേറൊരു തരം അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനത്. ദിവ്യപ്രഭ എങ്ങനെയുള്ള ഒരാളാണ്? വളരെ ജോവിയലായിട്ടുള്ള ആളാണോ? ഞാൻ വളരെ അരഗന്റ് ആണോ? അരഗന്റ് ആവേണ്ട സ്ഥലത്ത് അരഗന്റ് ആവും, അല്ലാണ്ട് സൗഹൃദങ്ങളൊക്കെ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ആളാണ്. അതെ അതെ അതെ, ലൈറ്റ് ആയിട്ടുള്ള കൂട്ടുകാരെല്ലാം മാക്സിമം. അതെ അതെ. അന്നേരം ഇനിയിപ്പം ഈ വാണിജ്യ സിനിമകൾ ഇപ്പം മലയാള സിനിമയിലേക്ക് ഇപ്പം ദിവ്യപ്രഭ അഭിനയിച്ച സിനിമകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാനും 1-2 ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു സമാന്തര ട്രാക്കിൽ സഞ്ചരിക്കുന്ന സിനിമകളാണ്. കൊമേഴ്സ്യൽ സിനിമയിലേക്ക് വരണമെന്ന് തോന്നിയിട്ടില്ല? ഞാൻ ക്യാരക്ടർ റോളുകൾ ചെയ്തതെല്ലാം തമാശ, ടേക്ക് ഓഫ്, അങ്ങനെയുള്ളതെല്ലാം വേറൊരു തരം സിനിമകളാണ്. മാലിക് ആണെങ്കിൽ അത് തിയേറ്ററിൽ റിലീസ് ആക്കാൻ പറ്റിയില്ല. അതെ അതെ അതെ. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് ചെയ്യണം, പലതരം എല്ലാ തരം സിനിമകളും ചെയ്യണം. അത്തരം അവസരങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എന്തായാലും അത്തരം അവസരം വരുന്നില്ല ഇതുവരെ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു അവസരം കിട്ടാൻ എന്താണ് വേണ്ടത്? അറിയില്ല, ഇത്രയും നാളൊന്നും ചെയ്തിട്ടില്ല, വന്നതാണ്. അപ്പം ഇനി അറിയിപ്പിന് ശേഷം. അടുത്ത പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചെയ്ത ഏതാണ് അറിയിപ്പിന് ശേഷം? ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറഞ്ഞ മൂവി. അത് റിലീസ് ഇല്ല, അത് റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ആയിട്ടുണ്ട്. ഈ ചലച്ചിത്രോത്സവങ്ങളിലൊക്കെ ഇപ്പം ഈ റെഡ് കാർപ്പറ്റിലൂടെയൊക്കെ നടന്ന്, അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ, ആൾക്കാരുടെ ഒരു കരഘോഷങ്ങൾക്ക് നടുവിലൂടെ ഒക്കെ പോകുമ്പോൾ ദിവ്യപ്രഭയിലെ നടിക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്, അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാർക്കൊക്കെ സന്തോഷമാണോ? ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഇപ്പോഴാണ് കുറച്ച് സന്തോഷമായത്, ഒരു സ്റ്റേബിൾ ആയെന്നുള്ള. വീട്ടിൽ നിന്നുള്ള പിന്തുണ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ല. ഇല്ല, ഞാനിനി ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില അൺസർട്ടനിറ്റികളുണ്ട്. നമ്മൾ ഇടയ്ക്ക് കുറച്ചധികം ബ്രേക്ക് വരും, സിനിമ ഇല്ലാണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെ എനിക്കുള്ള ടെൻഷനും ആൻസൈറ്റിയും പോലെ തന്നെ അവർക്കും ഉണ്ട്. അത്രേ ഉള്ളൂ. അതിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഫാമിലി. പ്രതി പൂവങ്കോഴി എന്നുള്ളൊരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു അല്ലേ? അതില് മഞ്ജു വാര്യരുടെ കൂടെ ഉള്ള ഏതാനും രംഗങ്ങളായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നത്? അത് 2 ദിവസമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുമായിരുന്നു. അപ്പം അത് നല്ലായിരുന്നു. അതെ അതെ, കുറച്ചും കൂടി വേണം എന്ന് തോന്നും ചില ക്യാരക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ. പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നും.